സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. നമസ്കാരം. 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. സ്പീക്കർക്കെതിരെ നടപടി കടുപ്പിച്ച് കസ്റ്റംസ്. ഡോളർ കടത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന് സ്വപ്ന സുരേഷിന്റെ മൊഴിയിൽ ആരോപിക്കുന്ന ഫ്ളാറ്റിൽ കസ്റ്റംസ് പരിശോധന. ചാക്കയിലെ സ്പീക്കറുടെ ബന്ധുവിന്റെ ഫ്ളാറ്റിലാണ് പരിശോധന നടന്നത്. പരിശോധന പൂർത്തിയാക്കി കസ്റ്റംസ് സംഘം മടങ്ങി. ഡോളർ കടത്ത് കേസിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു. തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ ചോദ്യം ചെയ്യൽ നടന്നത് ഇന്നലെ. ആരോപണങ്ങൾ നിഷേധിച്ച് സ്പീക്കർ. 4 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ കസ്റ്റംസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ. സ്ഥിരീകരണവുമായി സ്പീക്കറുടെ ഓഫീസ്. നടന്നത് മൊഴിയെടുക്കലെന്ന് വിശദീകരണം. കസ്റ്റംസ് ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ സ്പീക്കർ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ്. ഉന്നതമായ ജനാധിപത്യ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സംസ്ഥാനത്ത് ചോദ്യം ചെയ്യുന്നത് ഇതാദ്യമെന്നും പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷം പറഞ്ഞ ഓരോ കാര്യവും ശരിയായി വരികയാണെന്നും രമേശ് ചെന്നിത്തല. പാനൂർ കൊലപാതക കേസ് അന്വേഷണത്തിന് പുതിയ സംഘം. സംസ്ഥാന ക്രൈംബ്രാഞ്ച് സംഘം കേസ് അന്വേഷിക്കും. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി വിക്രമന് അന്വേഷണ ചുമതല. എറണാകുളം ക്രൈംബ്രാഞ്ച് IG ഗോപേഷ് അഗർവാൾ അന്വേഷണത്തിന് നേതൃത്വം നൽകും. നേരത്തെയുണ്ടായ അന്വേഷണ സംഘത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. പാനൂരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾ കൂടി കസ്റ്റഡിയിൽ. പാനൂരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ 11 പ്രതികളും CPIM പ്രവർത്തകർ. ബ്രാഞ്ച് സെക്രട്ടറിയും പ്രതിപട്ടികയിൽ. ഡിവൈഎഫ്ഐ മേഖലാ ട്രഷറർ 5ാം പ്രതി. FIRന്റെ പകർപ്പ് 24ന്. സഹോദരൻ മുഹസിന്റെ മൊഴി രേഖപ്പെടുത്തി. പാനൂർ കൊലപാതകത്തിൽ അന്വേഷണ സംഘത്തിനെതിരെ പ്രതിപക്ഷം. ക്രൈംബ്രാഞ്ചിന് തിടുക്കത്തിൽ കൈമാറിയത് തെളിവ് നശിപ്പിക്കാനെന്ന് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDF നേതാക്കൾ മൻസൂറിന്റെ വീട് സന്ദർശിച്ചു. പാനൂർ മൻസൂർ വധക്കേസിലെ 2ാം പ്രതി രതീഷ് കുല്ലോത്തിന്റെ മരണത്തിൽ അന്വേഷണം നടത്തുമെന്ന് വളയം പോലീസ്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. രതീഷിനെ കൊന്നു കെട്ടിത്തൂക്കിയതായി സംശയമുണ്ടെന്ന് കെ സുധാകരൻ. സംസ്ഥാനത്ത് കോവിഡ് കണക്കുകളിൽ വൻ വർധന. 6194 പേർക്ക് കൂടി വൈറസ് ബാധ. നിയന്ത്രണങ്ങൾ കടുപ്പിച്ച സംസ്ഥാനങ്ങൾ. രാജ്യത്ത് കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പുകൾ 10 കോടി പിന്നിട്ടു. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന് കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ നിരീക്ഷണത്തിൽ. അടുത്ത ദിവസങ്ങളിൽ സമ്പർക്കം പുലർത്തിയവർ നിരീക്ഷണത്തിൽ പോകണമെന്ന് സ്പീക്കറുടെ ഓഫീസ്. കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോഗ്യനില തൃപ്തികരം. ലോകായുക്ത വിധിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി KT ജലീൽ രാജിവയ്ക്കേണ്ടെന്ന് CPIM. വിധി നിയമപരമായി പരിശോധിക്കുമെന്ന് A വിജയരാഘവൻ. വിധി പരിശോധിച്ച ശേഷം തുടർ നടപടി. മന്ത്രി KT ജലീലിന് പിന്തുണയുമായി മന്ത്രി AK ബാലൻ. ഏതെങ്കിലും കീഴ്ക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ KT ജലീൽ രാജിവെക്കേണ്ട കാര്യമില്ല. കേസിനെ നിയമപരമായി സർക്കാർ നേരിടും. കോടതി പരാമർശത്തിന്റെ പേരിൽ രാജിവെച്ച ചരിത്രം മുൻപില്ലെന്നും AK ബാലൻ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 74.06% പോളിംഗ്. അന്തിമ കണക്ക് പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത് കുന്നമംഗലത്ത്, കുറവ് തിരുവനന്തപുരത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിതരണം ചെയ്ത പോസ്റ്റൽ ബാലറ്റുകളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. ആകെ വിതരണം ചെയ്ത പോസ്റ്റൽ ബാലറ്റുകളുടെ എണ്ണവും വോട്ടുകൾ രേഖപ്പെടുത്തിയവയുടെ വിവരങ്ങളും പുറത്തുവിടണമെന്ന ആവശ്യം. പോസ്റ്റൽ ബാലറ്റുകൾ വിതരണം ചെയ്തതിൽ ക്രമക്കേട് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് നേരത്തെ കത്ത് നൽകിയിരുന്നു. വ്യാപക സംഘർഷങ്ങൾക്കിടെ പശ്ചിമ ബംഗാളിൽ 4ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. 76%-ലധികം പോളിംഗ്. കൂച്ച്ബിഹാറിൽ CISF വെടിവയ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. ദിനഹട്ടയിൽ തൃണമൂൽ BJP സംഘർഷത്തിൽ ഒരാൾ മരിച്ചു. BJP നേതാവ് ലോക്കറ്റ് ചാറ്റർജിക്ക് നേരെ ഹൂഗ്ലിയിൽ ആക്രമണം. കേന്ദ്രസേനയ്ക്കെതിരെ മമതാ ബാനർജി തൃണമൂൽ പ്രവർത്തകരെ അണിനിരത്തുകയാണെന്ന് BJP. ബംഗാളിൽ ആത്മരക്ഷാർത്ഥമാണ് CISF വെടിവെച്ചതെന്ന് DIG അന്നപ്പ 24നോട്. അക്രമികൾ പോലീസിന്റെ ആയുധങ്ങൾ കവരാൻ ശ്രമിച്ചെന്നും DIG. വെടിവെച്ചത് അക്രമികൾക്ക് നേരെയെന്നും വിശദീകരണം. CISFനെതിരെ ആരോപണവുമായി നാട്ടുകാർ. ബൂത്തിന് പുറത്ത് കളിക്കുകയായിരുന്ന കുട്ടികളെ CISF അകാരണമായി മർദ്ദിച്ചത് പ്രകോപനത്തിന് കാരണമായെന്ന് പരാതി. മുട്ടാർപ്പുഴയിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചു. 10 പേർ കൂടി പുതുതായി അന്വേഷണ സംഘത്തിൽ. പിതാവ് സനു മോഹൻ വിദേശത്തേക്ക് കടന്നുകളയാൻ സാധ്യതയെന്ന് നിഗമനം. വിമാനത്താവളങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം പള്ളിപ്പുറത്ത് സ്വർണ്ണക്കവർച്ചയിൽ അന്വേഷണം ഊർജിതം. തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. കവർച്ചയ്ക്ക് പിന്നിൽ മലയാളി സംഘമെന്ന് വിവരം. അക്രമി സംഘത്തിൽ 6 പേരുണ്ടെന്ന് ജ്വല്ലറി ഉടമ സമ്പത്ത് 24നോട്. ഹിന്ദു മുസ്ലിം പ്രണയകഥ പ്രമേയമാക്കിയ സിനിമയുടെ ചിത്രീകരണം പാലക്കാട്ട് RSS പ്രവർത്തകർ തടഞ്ഞതായി പരാതി. അക്രമ സംഭവത്തിൽ ബന്ധമില്ലെന്ന് BJP മണ്ഡലം കമ്മിറ്റി നേതൃത്വം. മീനാക്ഷി ലക്ഷ്മൺ സംവിധാനം ചെയ്യുന്ന നീയാം നദി എന്ന സിനിമയുടെ ചിത്രീകരണം നിർത്തിവെച്ചു. ശ്രീകൃഷ്ണപുരം പോലീസ് അന്വേഷണം തുടങ്ങി.
സാമ്പത്തിക ക്രമക്കേടിൽ ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ ഭാരവാഹികൾക്കെതിരെ നടപടിക്ക് സാധ്യത. പ്രസിഡന്റ് ഗിരീഷ് വൈക്കത്തിനെതിരെയും സെക്രട്ടറി സെവൻ ആർട്സ് മോഹനെതിരെയും നടപടി വന്നേക്കും. ഇരുവർക്കുമെതിരെ സാമ്പത്തിക ക്രമക്കേട് അടക്കമുള്ള 10 കുറ്റങ്ങൾ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. മേടമാസ പൂജകൾക്കും വിഷുക്കണി ദർശനത്തിനുമായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരർ രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി VK ജയരാജ് പോറ്റി നട തുറന്ന് ദീപങ്ങൾ തെളിച്ചു. ഇന്ന് പ്രത്യേക പൂജകളില്ല. നാളെ മുതൽ 18 വരെയാണ് ഭക്തർക്ക് പ്രവേശനം. 48 മണിക്കൂറിനുള്ളിൽ എടുത്ത RT-PCR പരിശോധനാ ഫലം നിർബന്ധം. തെരഞ്ഞെടുപ്പ് വേളയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ വ്യാപകമായി ലംഘിച്ചെന്ന പരാതിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ്. സ്വീകരിച്ച നടപടികൾ 4 ആഴ്ചയ്ക്കകം അറിയിക്കാൻ നിർദ്ദേശം. ദേശീയ വാർത്തകൾ. രാജ്യത്ത് വീണ്ടും 1 ലക്ഷം കടന്ന് കോവിഡ് കേസുകൾ. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 1,45,384 പോസിറ്റീവ് കേസുകളും 794 മരണവും. നിലവിൽ ചികിത്സയിലുള്ളത് 10 ലക്ഷത്തിലധികം പേർ. രാജ്യത്ത് കോവിഡ് വാക്സിൻ ഉത്പാദനം വർദ്ധിപ്പിച്ചേക്കും. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉത്പാദനം 70 ദശലക്ഷത്തിൽ നിന്ന് 100 ദശലക്ഷമാക്കി ഉയർത്തും. ആഭ്യന്തര ഉത്പാദനം ഓഗസ്റ്റോടെ 470 ലക്ഷമാക്കി ഉയർത്തും. കേന്ദ്ര സർക്കാരിന്റേത് വാക്സിന് ക്ഷാമമുണ്ടാക്കുന്ന നടപടികളെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. കോൺഗ്രസ് ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ യോഗം ചേർന്നു. തെരഞ്ഞെടുപ്പ് റാലികളും പൊതുയോഗങ്ങളും വിലക്കണമെന്ന് സോണിയാഗാന്ധി. മഹാരാഷ്ട്രയിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ അനിവാര്യമെന്ന് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ. സംസ്ഥാനത്തെ സാഹചര്യം ആശങ്കാജനകമാണെന്നും മുഖ്യമന്ത്രി. പ്രതികരണം സർവകക്ഷി യോഗത്തിൽ. തയ്യാറെടുപ്പില്ലാതെ ലോക്ഡൌൺ പ്രഖ്യാപിച്ചാൽ ജനങ്ങളുടെ ജീവിത സാഹചര്യത്തെ ബാധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ്. 3 മാസത്തിനുള്ളിൽ ഡൽഹിയിലെ എല്ലാവർക്കും വാക്സിൻ നൽകുമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നതിനുള്ള പ്രായപരിധിയിൽ മാറ്റം വരുത്തും. ലോക്ഡൌൺ പ്രഖ്യാപിക്കില്ല. പുതിയ കോവിഡ് നിയന്ത്രണങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ. അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ പ്രവേശന പരീക്ഷ മാറ്റിവെച്ചു. 2021-22 അധ്യയന വർഷത്തിലെ പരീക്ഷയാണ് മാറ്റിവെച്ചത്. നടപടി കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ. പുതിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. ഈ മാസം 18 നിശ്ചയിച്ചിരുന്ന ഗുജറാത്തിലെ ഗാന്ധിനഗർ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതാണ് തീരുമാനം. നടപടി കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ. കർഷക സമരം മാറ്റിവെക്കണമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് കോവിഡിന്റെ 2ാം തരംഗം ആരംഭിച്ച സാഹചര്യത്തിൽ കർഷകരും സംഘടനകളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണം. സമരം മാറ്റിവെച്ച് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. സംസ്ഥാനത്ത് ലോക്ഡൌൺ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ലെന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി. ലോക്ഡൌൺ സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും വിജയ് രൂപാണി. പശ്ചിമബംഗാളിൽ BJPയുടെ പോരാട്ടത്തിനൊപ്പം ജനങ്ങൾ അണിനിരന്നുവെന്ന് പ്രധാനമന്ത്രി. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള മമതയുടെയും സംഘത്തിന്റെയും ശ്രമങ്ങളെ ജനങ്ങളാണ് തടഞ്ഞതെന്നും നരേന്ദ്രമോദി. പ്രതികരണം കൃഷ്ണനഗറിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ. സ്വകാര്യ സ്കൂൾ അധ്യാപകർക്ക് പ്രത്യേക സഹായം പ്രഖ്യാപിച്ച തെലങ്കാന സർക്കാർ. സ്കൂൾ തുറക്കം വരെ പ്രതിമാസം 2000 രൂപയും 25 കിലോ അരിയും സൗജന്യമായി നൽകും. പദ്ധതി പ്രയോജനപ്പെടുക സംസ്ഥാനത്തെ 50 ലക്ഷം അധ്യാപകർക്ക്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ 4 പേരുടെ ജീവൻ നഷ്ടമായതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അമിത്ഷായ്ക്കാണെന്ന് മമതാ ബാനർജി. നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി BJP. രാജിവെക്കേണ്ടത് അമിത്ഷാ അല്ലെന്നും മെയ് 2-ന് സ്ഥാനമൊഴിയാൻ പോകുന്നത് മമതാ ബാനർജിയാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷ്. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്നും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നും ദിലീപ് ഘോഷ്. ജമ്മുകശ്മീരിലെ ഹാദിപ്പോര, അനന്ത്നാഗ് മേഖലകളിൽ സുരക്ഷാസേനയും തീവ്രവാദികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. സുരക്ഷാസേന 1 ഭീകരനെ വധിച്ചു. രഹസ്യവിവരത്തെ തുടർന്ന് സുരക്ഷാസേന നടത്തിയ തെരച്ചിലിനിടെയാണ് തീവ്രവാദികളുടെ താവളം കണ്ടെത്തിയത്. RSS മേധാവി മോഹൻ ഭാഗവതിന് കോവിഡ്. നാഗ്പൂരിലെ കിങ്സ്വേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമെന്ന് RSS. സ്പെഷ്യൽ ട്രെയിനുകൾ ആരംഭിച്ചു റെയിൽവേ. അഹമ്മദാബാദ് ഡിവിഷനിൽ നിന്ന് 20 സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് തുടങ്ങി. നടപടി കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ. കുടിയേറ്റ തൊഴിലാളികൾ സ്വദേശത്തേക്ക് മടങ്ങാൻ തുടങ്ങിയതോടെ. മുംബൈ മുൻ പോലീസ് കമ്മീഷണർ പരംബീർ സിംഗിനെതിരെ അന്വേഷണം. പോലീസ് ഉദ്യോഗസ്ഥൻ സച്ചിൻ വാസെ അടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങൾ, അംബാനി ഭീഷണി കേസിലെ വിവരങ്ങൾ എന്നിവ പരംബീർ സിംഗ് സർക്കാരിൽ നിന്ന് മറച്ചുവെച്ചോ എന്നന്വേഷിക്കും. അതിർത്തികളിൽ നിന്നുള്ള സൈനിക പിന്മാറ്റം സംബന്ധിച്ച് ഇന്ത്യ ചൈന 11ാം കമാൻഡർ തല ചർച്ച അവസാനിച്ചു. നടന്നത് ദക്ഷിണ ലഡാക്കിലെ ഇരു സൈന്യങ്ങളുടെയും 2ാം ഘട്ട പിന്മാറ്റം സംബന്ധിച്ച ചർച്ച. 13 മണിക്കൂർ നീണ്ട ചർച്ച. പാൻഗോങ് തടാകത്തിന് സമീപത്തെ ആദ്യഘട്ട സൈനിക പിന്മാറ്റം പൂർത്തിയായ സാഹചര്യത്തിൽ.
അന്താരാഷ്ട്ര വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ആസ്റ്റൺ നാളെ ഇസ്രയേലിലെത്തും. ഇറാനുമായുള്ള ആണവ കരാർ പുനഃസ്ഥാപിക്കാനുള്ള അമേരിക്കൻ നീക്കത്തെ ഇസ്രയേൽ എതിർപ്പ് പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് സന്ദർശനം. പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ലോയിഡ് ആസ്റ്റൺ കൂടിക്കാഴ്ച നടത്തും. ഇറാനിൽ 10 ദിവസത്തേക്ക് ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. രാജ്യത്ത് കോവിഡ് വ്യാപനത്തിന്റെ 4ാം തരംഗമുണ്ടായ സാഹചര്യത്തിലാണ് നടപടി. 24 മണിക്കൂറിനിടെ 20,000 കോവിഡ് കേസുകളാണ് ഇറാനിൽ റിപ്പോർട്ട് ചെയ്തത്. ജപ്പാനിലെ ഫുകുഷിമ ആണവ നിലയത്തിലെ ജലം കടലിലേക്ക് ഒഴുക്കാൻ അന്തിമ തീരുമാനമായത് നിരവധി ചർച്ചകൾക്ക് ശേഷം. ജലം ഒഴുക്കുന്നതിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ അടക്കം രംഗത്തെത്തിയിരുന്നു. യുക്രൈനിലെ ദോൺബാഷ് മേഖലയിൽ റഷ്യൻ സൈന്യം പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നതായി യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം. വിഘടനവാദികൾക്ക് ആക്രമണം നടത്താൻ റഷ്യൻ നീക്കം സഹായകമാകുമെന്നും വിമർശനം. മേഖലയിലെ സൈനിക നീക്കം നിർത്തിവെക്കാൻ അമേരിക്കയും ജർമ്മനിയും റഷ്യയോട് ആവശ്യപ്പെട്ടിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ യാത്രാ മാനദണ്ഡങ്ങൾ കർശനമാക്കി അയർലൻഡ്. 5 രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് നിർബന്ധിത ക്വാറന്റീൻ. നിയന്ത്രണം US, കാനഡ, ബെൽജിയം, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക്. യമനിലെ മാരിബ് മേഖലയിൽ ഹൂത്തി വിമതരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ. 53 ഹൂത്തി തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി സൈന്യം. മാരിബ് മേഖല കൈവശപ്പെടുത്താൻ ഹൂത്തി വിമതർ നീക്കം ആരംഭിച്ചതിനെ തുടർന്നാണ് ഏറ്റുമുട്ടലുണ്ടായത്. EIG ലെഡ് കൺസോർഷ്യവുമായി കരാർ ഒപ്പിട്ട് സൗദി അരാംകോ ഒപ്പുവച്ചത് $1,240 കോടി കരാർ. പുതിയ കമ്പനിയിൽ 51% ഓഹരി അരാംകോ സ്വന്തമാക്കും. ഇ-കോമേഴ്സ് കമ്പനിയായ അലിബാബയ്ക്ക് $278 കോടി പിഴ ചുമത്തി ചൈന. നടപടി കുത്തക വിരുദ്ധ നിയമങ്ങൾ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി. കമ്പനി നയങ്ങളിൽ കൂടുതൽ തിരുത്തൽ വരുത്തണമെന്നും വിമർശനം. ജിബൂട്ടിയിൽ 5ാം തവണയും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്മായിൽ ഒമർ ഗ്വെല്ല 98% വോട്ടുകൾ നേടിയാണ് ജയമെന്ന് ആഭ്യന്തരമന്ത്രി മൗമീൻ അഹമ്മദ്. ഇന്തോനേഷ്യയിൽ ശക്തമായ ഭൂചലനം. 6 പേർ മരിച്ചതായി റിപ്പോർട്ട്. റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. ജാവ ദ്വീപാണ് പ്രഭവകേന്ദ്രം. സുനാമി മുന്നറിയിപ്പില്ല. വീണ്ടും ആണവ കരാർ ലംഘനവുമായി ഇറാൻ. യുറേനിയം സമ്പുഷ്ടീകരണ തോത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നൂതന സെൻട്രിഫ്യൂജുകൾ അവതരിപ്പിച്ചു. നതാൻസ് യുറേനിയം ആണവ നിലയത്തിൽ നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രസിഡന്റ് ഹസൻ റുഹാനി. വിപുലമായ വാക്സിൻ ഉത്പാദന പദ്ധതിക്ക് തുടക്കമിട്ട് ചൈന. ഈ വർഷം അവസാനത്തോടെ 300 കോടി ഡോസ് കോവിഡ് വാക്സിൻ നിർമ്മിക്കും. സിനോവാക് ബയോടെക് ആണ് ചൈനയിലെ പ്രമുഖ വാക്സിൻ നിർമ്മാതാക്കൾ. അധിനിവേശ സേനയെ പിൻവലിക്കാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ട് സിറിയ. രാജ്യത്തിനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നാവശ്യം. നീക്കം സിറിയയിലെ സായുധ സംഘങ്ങൾക്ക് അമേരിക്കൻ അധിനിവേശ സേന രഹസ്യ പിന്തുണ നൽകുന്ന പശ്ചാത്തലത്തിൽ. സ്പുട്നിക് 5 വാക്സിന് ദേശീയ അംഗീകാരം തേടി ഓസ്ട്രിയ. യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസിയുടെ അംഗീകാരം വൈകുന്ന സാഹചര്യത്തിലാണ് നീക്കം. റഷ്യയുമായി കരാർ ഒപ്പിട്ടാൽ വാക്സിന് ദേശീയ തലത്തിൽ സ്വതന്ത്ര അംഗീകാരം നൽകും. സ്പോർട്സ് ന്യൂസ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റി അട്ടിമറിച്ച് ലീഡ്സ് യുണൈറ്റഡ്. വിജയം 1-നെതിരെ 2 ഗോളുകൾക്ക്. 45 പോയിന്റുമായി ലീഡ്സ് യുണൈറ്റഡ് പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്ത്. 74 പോയിന്റുമായി മാഞ്ചസ്റ്റർ സിറ്റി പട്ടികയിൽ 1ാം സ്ഥാനത്ത്. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സ് മികച്ച സ്കോറിലേക്ക്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 18 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 173 റൺസ് എന്ന നിലയിൽ. സുരേഷ് റെയ്നയ്ക്ക് അർദ്ധ സെഞ്ചുറി. സ്പാനിഷ് ലാലിഗയിൽ ഇന്ന് എൽ ക്ലാസിക്കോ. ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ നേരിടും. ജയിക്കുന്ന ടീമിന് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തെത്താം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ട്വന്റി മത്സരത്തിൽ പാകിസ്ഥാൻ 189 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 13 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എന്ന നിലയിൽ. ജില്ലാ വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ കോവിഡ് വാക്സിനേഷൻ ബോധവത്കരണ വീഡിയോ ശ്രദ്ധേയമാകുന്നു. സമൂഹമാധ്യമങ്ങളിൽ വൈറലായ റാസ്പുട്ടിൻ ഡാൻസിന്റെ പശ്ചാത്തലത്തിലാണ് വീഡിയോ ഒരുക്കിയിരിക്കുന്നത്.
ഡോക്ടർ എ ബഷീർ കുട്ടിക്ക് രാഷ്ട്രീയ ഗൗരവ് അവാർഡ്. പുരസ്കാരം വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ക്ലിനിക്കൽ സൈക്കോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായിരുന്നു. കേരളത്തിനകത്തും പുറത്തും നിരവധി മനഃശാസ്ത്ര അവബോധ ക്ലാസുകൾ നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 550 പേർക്ക് കൂടി കോവിഡ്. ജില്ലയിൽ 247 പേർക്ക് രോഗമുക്തി. 398 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ദേശീയ ലോകതാലത്തിൽ കൊല്ലത്ത് 683 കേസുകൾ തീർപ്പാക്കി. ഇതിലൂടെ 6.5 കോടി രൂപയുടെ വ്യവഹാരങ്ങൾ തീർപ്പാക്കാൻ സാധിച്ചതായി അധികൃതർ. കൊല്ലം ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അദാലത്തിൽ താലൂക്കുകളിലെ 25 കേന്ദ്രങ്ങളിലായാണ് പരാതികൾ പരിഗണിച്ചത്. കൊല്ലം കല്ലടയാറ്റിൽ നിന്ന് ഈ മാസം 3-ന് കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. ഉമ്മന്നൂർ സ്വദേശി ശശിധരൻ പിള്ളയുടേതാണ് മൃതദേഹം. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. കൊല്ലം ജില്ലയിൽ 312 പേർക്ക് കൂടി കോവിഡ്. 301 പേർക്ക് രോഗബാധ. സമ്പർക്കത്തിലൂടെ ജില്ലയിൽ 232 പേർക്ക് രോഗമുക്തി. പത്തനംതിട്ടയിൽ 286 പേർക്ക് കൂടി കോവിഡ്. 226 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 7 പേരുടെ വൈറസ് ഉറവിടം അവ്യക്തം. ജില്ലയിൽ ഇന്ന് 64 പേർക്ക് രോഗമുക്തി. ആലപ്പുഴ ബൈപ്പാസിൽ 24 മണിക്കൂറും ജാഗ്രത പുലർത്താൻ ജില്ലാ പോലീസിന്റെ ബൈപ്പാസ് ബീക്കൺസ് പെട്രോളിംഗ് തുടങ്ങി. പരിശോധന കൊമ്മാടി മുതൽ കളർകോട് വരെയുള്ള 6.8 കിലോമീറ്റർ ദൂരത്തിൽ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ജില്ലാ പോലീസ് മേധാവി ജി ജയദേവ്. കോട്ടയം ജില്ലയിൽ 376 പേർക്ക് കൂടി കോവിഡ്. 372 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 160 പേർക്ക് രോഗമുക്തി. നിലവിൽ ചികിത്സയിലുള്ളത് 2192 പേർ. ചങ്ങനാശ്ശേരി SB കോളേജിൽ മികച്ച ഇംഗ്ലീഷ് അധ്യാപകൻ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. പുരസ്കാരം നൽകുന്നത് മുൻ പ്രിൻസിപ്പൽ ഫാദർ ജോർജ് മടത്തിപ്പറമ്പിലിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി സ്മാരകമായി. കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ ഇംഗ്ലീഷ് അധ്യാപകർക്ക് പുരസ്കാരത്തിന് അപേക്ഷിക്കാം. 12 വർഷത്തെ അധ്യാപന പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം. എറണാകുളം സുഭാഷ് പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും. തിങ്കളാഴ്ച വൈകിട്ട് 6 മുതൽ പാർക്കിലേക്ക് പ്രവേശനം അനുവദിക്കും. കോവിഡ് നിയന്ത്രണങ്ങളോടെ ദിവസവും വൈകിട്ട് 3 മുതൽ 8 വരെയാണ് പ്രവേശനം. എറണാകുളം അങ്കമാലിയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. അപകടം ഇന്ന് പുലർച്ചെ. മരിച്ചത് മഞ്ഞപ്ര സ്വദേശി ആൽവിൻ. കേരളത്തിലെ ആദ്യ മൈജി ഫ്യൂച്ചർ സ്റ്റോർ തൃശൂരിലെ പൂത്തോളിൽ പ്രവർത്തനം തുടങ്ങി. ഏറ്റവും ട്രെൻഡിയായ ഇലക്ട്രോണിക് ഉത്പന്നങ്ങളും ഗൃഹോപകരണങ്ങളും ഏറ്റവും ആദ്യം ലഭ്യമാക്കുക ലക്ഷ്യം. മൈജിയുടെ 90ാമത്തെ ഷോറൂമാണിത്. വിവിധ ഫിനാൻസ് ഓഫറുകൾക്കൊപ്പം മറ്റ് ആനുകൂല്യങ്ങളും പർച്ചേസുകൾക്കൊപ്പം ലഭ്യമാകുമെന്ന് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ AK ഷാജി. തൃശൂർ ജില്ലയിൽ 530 പേർക്ക് കൂടി കോവിഡ്. 509 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. നിലവിൽ ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിലുള്ളത് 2576 പേർ. 218 പേർക്ക് രോഗമുക്തി. പാലക്കാട് ജില്ലയിൽ 304 പേർക്ക് കൂടി കോവിഡ്. 140 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 205 പേർക്ക് രോഗമുക്തി. പാലക്കാട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന്. CPIM പട്ടാമ്പി ഏരിയ കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. ഇരുമ്പിളിയം തൂതപ്പുഴയിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കൊടുമുടി പൈങ്കണ്ണിത്തോട് സ്വദേശി സവാദാണ് മരിച്ചത്. മൃതദേഹം കൊടുമുടി കടവിൽ നിന്ന് കണ്ടെത്തി. കാലിക്കറ്റ് സർവകലാശാല B സോൺ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മഞ്ചേരി NSS കോളേജിന് ജയം. MES കോളേജ് വളാഞ്ചേരിയെ പരാജയപ്പെടുത്തിയാണ് NSS ചാമ്പ്യന്മാരായത്. ചുങ്കത്തറ മർത്തമ കോളേജ് പ്രിൻസിപ്പൽ രാജീവ് തോമസ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് യുവാവ് കിണറ്റിൽ വീണ് മരിച്ചു. പുത്തനത്താണി സ്വദേശി പ്രസാദാണ് മരിച്ചത്. അപകടം കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷപ്പെടുത്തുന്നതിനിടെ. മലപ്പുറത്ത് പാടം നികത്തിയതിനെതിരെ പ്രതിഷേധവുമായി CPIM പ്രവർത്തകർ. എടപ്പാൾ റൈഹാൻ എരുവപ്ര റോഡരികിലുള്ള 1/2 ഏക്കറിലധികം വരുന്ന വയലാണ് നികത്തിയത്. എടപ്പാൾ ചുങ്കം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയലിലേക്ക് മാർച്ച് നടത്തി. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ പ്രതിയടക്കം 5 പേർ അറസ്റ്റിൽ. കേസിനാസ്പദമായ സംഭവം കഴിഞ്ഞ 28-ന് ടിപ്പർ ലോറിയിൽ ക്വാറിയിലേക്ക് പോകുമ്പോൾ കാർ കുറുകെയിട്ട് ഒരു സംഘം മർദ്ദിച്ചുവെന്നായിരുന്നു പരാതി. എടരിക്കോട് ജംഗ്ഷനിൽ സീബ്ര ലൈനിന് കുറുകെ സ്ഥാപിച്ച പരസ്യ ബോർഡ് പൊളിച്ചു നീക്കി. റോഡിലെ ഡിവൈഡറിന് മുകളിലായാണ് ബോർഡ് സ്ഥാപിച്ചത്. കാൽനട യാത്രക്കാരുടെ വഴി അടഞ്ഞതോടെയാണ് പ്രതിഷേധമുണ്ടായത്. കോഴിക്കോട്ട് കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നു. 2 ആഴ്ചത്തേക്ക് രാഷ്ട്രീയ പാർട്ടി യോഗങ്ങൾക്ക് വിലക്ക്. ബീച്ചിൽ വൈകിട്ട് 7 മണി വരെ മാത്രം സന്ദർശകർക്ക് അനുമതി. കൂടുതൽ സന്ദർശകരെത്തിയാൽ ബീച്ച് അടയ്ക്കും. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ബീച്ചിൽ പ്രവേശനമില്ല. കോഴിക്കോട് പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. KER-നും വിദ്യാഭ്യാസാവകാശ നിയമത്തിനുമെതിരായ ഭേദഗതികൾ പിൻവലിച്ച് പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷനിൽ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് അരവിന്ദൻ മണ്ണൂർ ഉദ്ഘാടനം ചെയ്തു.
വയനാട്ടിൽ ഷിഗല്ല രോഗം ബാധിച്ച് 6 വയസ്സുകാരി മരിച്ചു. പിലക്കാട് കാട്ടുനായ്ക്ക കോളനിയിലെ നീരജയാണ് മരിച്ചത്. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. വയനാട്ടിൽ 191 പേർക്ക് കൂടി കോവിഡ്. ജില്ലയിൽ 71 പേർക്ക് രോഗമുക്തി. 188 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. നിലവിൽ ചികിത്സയിലുള്ളത് 1060 പേർ. വയനാട്ടിലെ കുറുവ ദ്വീപ് സഞ്ചാരികൾക്കായി തുറന്നു നൽകി. യാത്രക്കാരെ ദ്വീപിലേക്ക് പ്രവേശിക്കുന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച്. 2 വർഷത്തോളമായി നിയമപ്രശ്നങ്ങളെ തുടർന്ന് ദ്വീപ് അടഞ്ഞുകിടക്കുകയായിരുന്നു. വയനാട് വയലാംകുന്ന് പണിയ കോളനിയിൽ ഹോമിയോപ്പതി ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടിക്ക് നേതൃത്വം നൽകി ആയുഷ് ട്രൈബൽ മെഡിക്കൽ യൂണിറ്റ്. ഡോക്ടർ ഹുസ്ന ബാനു ആരോഗ്യ പരിപാലനം ഹോമിയോപ്പതിയിലൂടെ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മധ്യവയസ്കൻ മരിച്ചു. കാട്ടുനായ്ക്ക കോളനിയിലെ ചെലവനാണ് മരിച്ചത്. മൃതദേഹം കണ്ടെത്തിയത് കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിൽ. കണ്ണൂരിൽ ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഡ്രൈവറുടെ ലൈസൻസ് 2 മാസത്തേക്ക് റദ്ദാക്കി മോട്ടോർ വാഹന വകുപ്പ്. നടപടി യാത്രക്കാരുടെ പരാതിയിൽ. ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് ചക്കരക്കൽ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ഡ്രൈവർ ജിജീഷ്. കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ പഞ്ചായത്തിൽ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. തിരുമേനി, കോക്കടവ് എന്നിവിടങ്ങളിൽ വ്യാപക കൃഷിനാശം. കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ സംഘർഷ സാധ്യതാ മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കി പോലീസ്. പാനൂർ കൊലപാതകത്തിന് പിന്നാലെയുണ്ടായ സംഘർഷങ്ങൾ കണക്കിലെടുത്താണ് നടപടി. പ്രദേശത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നു. മെയ് 2 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് കാസർഗോഡ് ജില്ലയിൽ 5 കേന്ദ്രങ്ങൾ സജ്ജം. മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ, കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്, പെരിയ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്, നെഹ്റു കോളേജ് പടന്നക്കാട്, തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എന്നിവയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. 100 ന്യൂസ് തുടങ്ങുന്ന എന്റർടൈൻമെന്റ് ന്യൂസ്. പുതിയ റെക്കോർഡ് സൃഷ്ടിച്ച അല്ലു അർജുൻ നായകനാകുന്ന തെലുങ്ക് ചിത്രം പുഷ്പയുടെ ടീസർ. 24 മണിക്കൂറുടെ ടീസർ കണ്ടത് 2.5 കോടിയിലധികം പേർ. സുകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഓഗസ്റ്റ് 13 തിയേറ്ററിലെത്തും. അഖിൽ മാരാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു താത്വിക അവലോകനം ടീസർ റിലീസ് ചെയ്തു. ജോജു ജോർജ്, നിരഞ്ജ് രാജു, അജു വർഗീസ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ജീവിതം ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രം മേജറിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. സിനിമയിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന ശോഭിത ധുലിപാലയുടെ ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തിറക്കിയത്. ശശി കിരൺ ടിക്ക സംവിധാനം ചെയ്യുന്ന ചിത്രം ജൂലൈ 2 തിയേറ്ററിലെത്തും. ഫാക്ട് ചെക്ക്. വൈദ്യുതി ലൈനുകൾക്ക് സമീപത്തുള്ള കായ്കനികൾ പറിച്ചെടുക്കുന്നതിന് സെക്ഷൻ ഓഫീസിൽ അറിയിച്ചാൽ വൈദ്യുതി ലൈൻ ഓഫാക്കാൻ സാധിക്കുമെന്ന പ്രചാരണം വ്യാജം. യഥാർത്ഥത്തിൽ മരം മുറിക്കാൻ മാത്രമേ വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യാൻ സാധിക്കൂ. എന്നാൽ കായ്കനികൾ പറിക്കാൻ വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യില്ല. രാജ്യത്തെ കോവിഡ് വ്യാപന 2ാം ഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ജനത്തിരക്കെന്ന രീതിയിൽ വ്യാപക പ്രചാരണം. പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് നിലവിലെ സാഹചര്യവുമായി ബന്ധമില്ല. വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. ഇനി ഇപ്പോൾ കിട്ടിയത്. ബംഗാളിലെ കുച്ച് ബിഹാറിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ സന്ദർശനം വിലക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത 72 മണിക്കൂറിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രവേശനം അനുവദിക്കില്ല. തമിഴ്നാട്ടിലെ ചെന്നൈ, ചെങ്കൽപ്പെട്ട്, തിരുവള്ളൂർ ജില്ലകളിലെ കടൽ തീരങ്ങളിൽ സന്ദർശകർക്ക് വിലക്ക്. സന്ദർശനം നിരോധിച്ചത് ഈ മാസം 11 വരെ. തീരുമാനം കോവിഡ് പശ്ചാത്തലത്തിൽ. മഹാരാഷ്ട്രയിൽ അതിരൂക്ഷ കോവിഡ് വ്യാപനം. 55,411 പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 309 മരണം. ഡൽഹിയിൽ ആശുപത്രികളിൽ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് സർക്കാർ ഉത്തരവ്. 4-5 വർഷ MBBS വിദ്യാർത്ഥികളെയും BDS ഡോക്ടേഴ്സിനെയും ഉൾപ്പെടുത്താൻ നിർദ്ദേശം. IPL ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 189 റൺസ് വിജയലക്ഷ്യം. ചെന്നൈ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 188 റൺസ് നേടി. സുരേഷ് റൈനയ്ക്ക് അർദ്ധ സെഞ്ചുറി. 100 ന്യൂസ് അവസാനിക്കുന്നു.